പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും വാശിയേറെ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. എനിക്കൊപ്പം ബേപ്പൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി PV അൻവർ ഉണ്ട്. പരസ്യ പ്രചരണം അതിന്റെ നല്ല ആവശ്യത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. എത്രമാത്രമുണ്ട് വിജയപ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി പറയാണ്, ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം 21-ല് 28,000 വോട്ടിന് ലീഡ് അദ്ദേഹത്തിനാണ്. അത് നേരെ സിഗ്സാഗ് അടിക്കും, നേരെ തിരിച്ചടിക്കും. PV അൻവർ 28,000 വോട്ടിനേക്ക് തീർച്ചയായിട്ടും 25,000-ന്റെ മുകളിൽ വോട്ടിന് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ ഒരിക്കലും, നിങ്ങൾക്കറിയാം, പറഞ്ഞ കണക്കുകൾ ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കാറില്ല, തുടങ്ങി ജനങ്ങളുടെ കയ്യിലാണ്. പക്ഷേ ബ്ലോക്ക് സ്ത്രീകൾ, വനിതകൾ ഇവിടെ ഇവർക്കെതിരെ വോട്ട് ചെയ്യും. ഈ ടൂറിസത്തിൻ്റെ മറവിൽ നടക്കുന്ന മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ, മയക്കുമരുന്ന് വിപണനം ഇവിടെ കുടുംബജീവിതം നാശാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് ഇനിയിപ്പോൾ അദ്ദേഹം 2 ടൂറിസം പദ്ധതികളുടെ പേരിൽ ബേപ്പൂരിലും ചാലിയത്തിലും പോർട്ടിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ 2 ബാർ കൊണ്ടുവരാനുള്ള അവസാനത്തെ മിനുക്കുപടി പുതിയ മന്ത്രിസഭ വന്ന് ഒപ്പിട്ടാൽ മതി. അതിനദ്ദേഹം കാത്തിരിക്കുകയാണ്. അത് ഇവിടുത്തെ സഹോദരിമാർ, അമ്മമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അക്രമത്തിലേക്ക് പോകുന്നത്. ഇന്ന് എന്നെ തടയുന്നത് താങ്കളടക്കം കണ്ടതാണ്. നമ്മൾ സമാധാനപരമായിട്ട് പോകുന്നൊരു ജാഥയാണ്. അപ്പോൾ ഗുണ്ടകളെ കൊണ്ടുവന്ന് ചുവപ്പ് കുപ്പായടിച്ച് നന്നായിട്ട് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ട് അക്രമം ഉണ്ടാക്കി സ്ത്രീ സമൂഹം വോട്ട് ചെയ്യാൻ വരരുത്, ഭയപ്പെട്ടിട്ട് കുറച്ചെങ്കിലും വോട്ട് അങ്ങനെ മാറ്റിക്കളയണം. അങ്ങനെ ജയിക്കാൻ കഴിയും. അപരന്മാരെ നിർത്തി 4 എണ്ണം, അതൊന്നും രക്ഷയില്ല. അപ്പം ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോലെയുള്ള അക്രമ സാഹചര്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് പാവപ്പെട്ട സഹോദരിമാരെ ഭയപ്പെടുത്തി വോട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കില്ല. ബേപ്പൂര് കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ കൃത്യമായി ജോലി ചെയ്യും. 4-ാം തീയതി, മെയ് 4-നാണ് റിസൾട്ട്. നിങ്ങൾ എഴുതി വെച്ചോ. കൃത്യം 3 മണിക്ക് രാമനാട്ടുകരയിൽ നിന്ന് ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനം ഞങ്ങൾ ഇവിടെ തുടങ്ങും. മെയ് 4-ന് റോഡ് ഷോ പോലും ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത്ര വലിയ ആത്മവിശ്വാസമാണ് PV അൻവറിനുള്ളത്. കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് നേടിയ ഭൂരിപക്ഷം ഇത്തവണ നേരെ തിരിഞ്ഞ് PV അൻവറിന് വരുമെന്നാണ് അദ്ദേഹവും UDF ക്യാമ്പും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.